our Python function series. Today, we are diving into positional arguments, which is an essential part of calling function in Python. By the end of this video, you will understand how positional arguments work and why they are useful for organizing your code. So, let's start with the basics. എന്താണ് ഈ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് നോക്കാം. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ those values are assigned to parameters based on their position in the function call. ഇതിനെയാണ് നമ്മൾ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആർഗ്യുമെന്റ്സിന്റെ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് പൈത്തണിൽ വാല്യൂസ് ഓരോ പാരാമീറ്റേഴ്സിലേക്ക് അസൈൻ ആകുന്നത് അവരെ അതിലേക്ക് കൊടുക്കുന്ന ഓർഡർ പ്രകാരമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്, ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. പാരന്തസിസ്. ഈ പാരന്തസിന്റെ ഉള്ളിലാണ് നമ്മൾ പാരാമീറ്റേഴ്സ് കൊണ്ടുപോയി കൊടുക്കുന്നത്. സോ ഞാനിതിൽ ഫസ്റ്റ് നെയിം എന്നൊരു പാരാമീറ്റർ കൊടുക്കുകയാണ്. ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം. ഞാൻ പിന്നെ സെക്കൻഡ് നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പാരാമീറ്റർ കൊടുക്കുകയാണ്. ലാസ്റ്റ് അണ്ടർസ്കോർ നെയിം. ഓക്കെ, ഇപ്പം നമുക്കിതിൽ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് വാല്യൂസ് ഈ രണ്ട് പാരാമീറ്റേഴ്സിലേക്ക് കൊടുക്കണം. കോളൻ ഇതിൽ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം പ്രിന്റ് ചെയ്യിപ്പിക്കാനാണ് പോകുന്നത് ഈ ഫംഗ്ഷനിൽ. സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ചെയ്യാം. ദെൻ ഹലോ, ഫസ്റ്റ് നെയിം കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് ലാസ്റ്റ് നെയിം കൊടുക്കാം. നമ്മുടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫംഗ്ഷനെ വിളിച്ചു. അതിലേക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് പാരാമീറ്ററിലേക്കുള്ള വാല്യൂ കൊടുക്കുകയാണ്. അത് ഞാൻ ഉണ്ണി എന്ന് പറയുന്ന ഒരു നെയിമാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സെക്കൻഡ് പാരാമീറ്ററിലേക്കുള്ള വാല്യൂ കൊടുക്കുകയാണ്. അത് ഞാൻ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ആർഗ്യുമെന്റ്സിന്റെ ഓർഡർ വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, സോ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഹലോ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതിൽ ആർഗ്യുമെന്റ്സിന്റെ ഓർഡർ മാറ്റി കൊടുക്കാമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇതിൽ ഞാൻ വന്നിട്ട് എൻ്റർ കൊടുക്കുക. ഞാൻ വീണ്ടും ആ ഫംഗ്ഷന് കോൾ ചെയ്യാണ്. അതിൽ ഫസ്റ്റ് ഞാൻ കൃഷ്ണൻ എന്ന പേരാണ് കൊടുക്കുന്നത്. കൃഷ്ണൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ആർഗ്യുമെന്റിലേക്ക് ഞാൻ ഉണ്ണി എന്ന പേരാണ് കൊടുക്കുന്നത്. സോ ഓർഡർ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ എന്ന പേര് ഫസ്റ്റ് നെയിമിലേക്കും ഉണ്ണി എന്ന പേര് ലാസ്റ്റ് നെയിമിലേക്കും ആയിരിക്കും കയറി പോകുന്നുണ്ടാവാം. സോ നമ്മളിതിൽ as you can see, ഓർഡർ ചേഞ്ച് ആകുന്ന സമയത്ത് അതിനനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ടും ഇതിൽ ചേഞ്ച് ആകുന്നുണ്ട്. So use positional arguments when you know the order of arguments will always make sense and be consistent. Okay, and this is all about positional arguments in a nutshell. So understanding this concept help you to write and organize code that's clean and efficient. In the next video, we will look at keyword arguments and which give you even more flexibility when using functions. Thanks for watching. Follow for more.